എന്റെ പണി പോയി കൈ എന്റെ പണി പോയി. ആദ്യം ബക്രു ചേട്ടൻ പറ. അടിപൊളിയായിരുന്നു. ഇനി അടുത്ത ആരെ പറയണോ നമുക്ക്? മണിച്ചേട്ടൻ പറയട്ടെ. മണിച്ചേട്ടൻ. മക്കളെ സൂപ്പർ ആയിരുന്നു. ഞാൻ ഒരു ഉമ്മ വന്ന ചിറ്റിക്കുട്ടി ഉമ്മ വല്ലതും പറയോ? പറയൂല, മയ്യത്താവുന്നുള്ളൂ. മയ്യത്തായാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ മൂന്നുപേരും ഗംഭീര. എന്റെ സ്കൂളിൽ പഠിക്കുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഫൈസാൻ ഒരു വലിയൊരു ഹായ് കൊടുക്കണം. അതെ, അത് പറഞ്ഞപ്പോ പൈസ എന്ന് പറഞ്ഞപ്പോ എന്തിനു ഇതിന് മാത്രം നാണോ? ഫൈസാണോ ഫൈസൽ ആണോ? പൈസ കേട്ടോ. സോറി, ഫൈസാൻ. ഈ സ്കൂളിലെ സൽമാൻ ഖാൻ ആണല്ലടാ. ഒരു ബിഗ് ഹായ് കൊടുക്കണം. നിങ്ങളോടല്ല എന്നോടാ പറഞ്ഞേ. വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. ഞങ്ങൾ വെറുതെ അങ്ങ് ചമ്മിപ്പോയി. ഒരു 10 സെക്കൻഡ് ഫൈസാനും ഇവൾക്കും കൊടുക്കാം. ഹായോ ബായോ പറഞ്ഞോ. ഹായ്. മതിയാണല്ലോ. വീട്ടുകാരൊക്കെ കാണുന്നുണ്ട്. അതിനെന്താ, വീട്ടുകാരല്ലേ. അപ്പൊ നിങ്ങളുടെ സ്കിറ്റിനെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആധികാരികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ബിബിൻ ജോർജ്, ആദ്യം തന്നെ ഇത്ര രസകരമായിട്ട് റിഹേഴ്സൽ ചെയ്ത് ഒരു ഡയലോഗ് പോലും ടങ് സ്ലിപ്പ് ഇല്ലാണ്ട് സ്കിറ്റ് ചെയ്ത നിങ്ങൾക്ക് ഗംഭീര ഒരു കൈ. നിന്റെ എൻട്രിയുടെ പാട്ടും തരുതാ മോനെ. I am from Kondoti. പൂവാലനെ കറക്റ്റ് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. കാരണം ഈ നമ്മള് പൂവാലന്മാര് ബഹുവചനം വേണ്ട, ഏകവചനം മതി. ഞാൻ പൂവാലന്മാര് ചില പെൺകുട്ടികളുടെ പേര് ചേർത്ത് പാട്ട് പാടാറുണ്ട്. ആ പാട്ടിലെ പെൺകുട്ടിയുടെ പേര് യോജിക്കത്തേ ഇല്ല. ഇൻഷ്യൽ വരെ ചേർത്ത് പാടും. പക്ഷെ അത് ഗംഭീര ഒബ്സർവേഷൻ ആയിരുന്നു മോനെ. അതുപോലെ മറച്ചിട്ട് തോർത്തൊക്കെ എടുത്തിട്ടുള്ള ടൈമിംഗ് ഒക്കെ ഇല്ലേ? ടൈമിംഗ് ഒക്കെ അസാലായിരുന്നു നിങ്ങൾ കേട്ടോ. ഞങ്ങള് നാണിച്ചു പോയി ടൈമിങ്ങിന്റെ കാര്യത്തിൽ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇന്ന് നമ്മുടെ ഇവിടെ ഒരു പെർഫോമൻസ് നിങ്ങളുടെ നിന്റെ റാപ്പ് സോങ് എവിടാ? എന്റെ അമ്മ ഇവനെപ്പോഴും ഇവിടുന്നാണല്ലോ. ആണോ സ്ക്രിപ്റ്റ്? മോനെ പൊളിച്ചോടാ. എലീന, ഇത് എലീന, കോമഡി മാസ്റ്റേഴ്സിൽ എലീന, കുടുകുടാ ചിരിപ്പിച്ച അവതാരകയായുണ്ടല്ലോ. കുട്ടികളുടെ കോമഡി കണ്ട് പൊട്ടി പൊട്ടി ചിരിക്കുന്ന സുന്ദരിയായൊരു എലീന ചേച്ചി നമ്മുടെ സ്വന്തം മുത്താണ്. അവർ നാട്ടിയുടെ മുത്താണ്. എലീന മുത്താണ്. അല്ല എടാ മോനെ, ഇത് നീ ഏത് മുറി വെച്ച് ആര് പറഞ്ഞിട്ട് എഴുതിയതാണ്? സീരിയസ്ലി സത്യം. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ് പറയുന്നത്. കൊള്ളാട്ടോ. ഇതുപോലെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് എഴുതണം. അടുത്ത നമുക്ക് പക്രു ചേട്ടനെ പറ്റി എഴുതണം. ഓക്കെ. അപ്പൊ എന്തായാലും